Good morning, students. Now we are going to continue our this chapter, playing with the numbers. We already studied how to find the factors of some numbers, and we studied about some main points, main statements. That is, prime numbers. Sorry, numbers. Factors are finite. One is a factor. The number itself is a factor. The multiples are infinite. Like that, we studied so many things. Now we are going to study about perfect numbers. Perfect numbers. We're going to study what do you mean by perfect numbers. Perfect numbers means ഒരു ഫാക്ടർ, ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സ്, അതിൻ്റെ സം എന്ന് പറയുന്നത് ആ നമ്പറിൻ്റെ ട്വൈസ് ആയിരിക്കും. ഇതാണ് പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, എ നമ്പർ ഫോർ വിച്ച് sum of all its factors is equal to twice the number. Okay, the sum of its factors is equal to twice the number. For example, 6. What are the factors of 6? Factors of 6 are 1. These are the factors of 6. What's the sum of these factors? 1 plus 2 plus 3 plus 6. That is equal to 12. Twice the number. What is the twice the number? 2 into 6. അല്ലേ? അപ്പം നമുക്ക് ഫാക്ടേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് എന്താണ്? തന്നിരിക്കുന്ന നമ്പറിൻ്റെ ട്വൈസ് ആണ്. അങ്ങനെയുള്ള നമ്പേഴ്സിനാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അണ്ടർസ്റ്റാൻഡ്? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സിൻ്റെ സമ്മ്, ഈ തന്നിരിക്കുന്ന ഫാക്ടേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന നമ്പർ 2 ടൈംസ്, അത് 2 പ്രാവശ്യം ആഡ് ചെയ്യുന്നതിന് തുല്യമായിരിക്കും, അല്ലെങ്കിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. വാട്ട് അബൌട്ട് the number 28? What are the factors of 28? We know that 28 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 1 into 28, 2 into 14, 3യുടെ മൾട്ടിപ്പിൾ ഇല്ല, 4 into 7, 5, 6. Again, the factors are repeating. So, the factors of 28 are 1, 7, 14 and 28. We are going to take the sum of these numbers. Sum of factors of 28 is equal to 1 plus 2 plus add this. 1 plus 2, 3, 3 plus 4, 7, 7 plus 7, 14, 14 plus 14, 28, 28 plus 28, it is 56. Okay, 1 plus 2 plus 4 plus 7 plus 14 plus 28 is equal to 56. But then 2 into 28, 2 into 28, it is also 56. This is also a perfect number. Understand? ഇപ്പോൾ പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ ആ നമ്പറിൽ, ഒരു നമ്പറിൻ്റെ ഫാക്ടേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ ആ നമ്പറിൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആയിരിക്കും. അങ്ങനെ വരുന്ന നമ്പേഴ്സിനെയാണ് എന്ത് പറയുന്നത്? പെർഫെക്റ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. Okay. Next we are going to study about different types of numbers are there. Different types of number. One is perfect number. Next is prime and composite numbers. പഠിച്ചിട്ടില്ലേ? 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടില്ലേ? പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. യെസ്, പ്രൈം ആൻഡ് കോമ്പോസിറ്റ് numbers. What do you mean by prime numbers? What do you mean by prime numbers? Prime numbers have only 2 factors. Only 2 factors. ഏതൊക്കെയായിരിക്കും ഫാക്ടേഴ്സ്? 1 and the number itself. The number itself. 1ഉം
ആ നമ്പറും മാത്രം വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്താണ്? കോമ്പോസിറ്റ് നമ്പേഴ്സ് ആർ numbers that are having more than 2 factors. 2 factors അത് ആ നമ്പറും 1ഉം അല്ലാതെ ഏതൊക്കെ നമ്പേഴ്സ് വരുന്നു അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പ്രൈം നമ്പേഴ്സ് ആർ ദ നമ്പേഴ്സ് that are having only 2 factors, that is 1 and the number itself, and the composite numbers means more than 2 factors. Okay, prime numbers in example നോക്കാം എന്തൊക്കെയാണ്? We know that. What about the number 11? What are the factors of 11? 1 into 11 is 11. അല്ലേ, വേറെ ഏതെങ്കിലും ഫാക്ടേഴ്സ് ഉണ്ടോ ഇതിന് 11ന്? ഇല്ല. What about 15? Factors of 15 are 1, 3, 5, 15. These are the factors of 15. So 1ഉം ആ നമ്പറും മാത്രം വരുന്നതാണ് പ്രൈം നമ്പർ. ഈ 1ഉം 15ഉം അല്ലാതെ ഇൻ ബിറ്റ്വീൻ വേറെ നമ്പേഴ്സ് വരുന്നുണ്ട്. ദേ ആർ കോമ്പോസിറ്റ് നമ്പേഴ്സ്. ഓക്കെ, ഇതാണ് പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും. ലെറ്റ്സ് ടേക്ക് ദ നമ്പർ 4. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് 4? Factors of 4 means 1 into 4 equal 4, 2 into 2 is equal to 4. The factors of 4 are 1, 2, 4. 1ഉം 4ഉം അല്ലാതെ ഒരെണ്ണം കൂടെ വന്നിട്ടുണ്ട്. So this is a composite number. And what about 29? What are the factors of 29? Only 1 into 29 is equal to 29. So 1 and 29 are the factors of 29. So 29 is a prime number. Understand the difference between prime and composite numbers. Prime numbers, the factors of the numbers are 1 and the number itself is called as prime number, and the composite number means the more than 2 factors. That kind of numbers are called as composite numbers. Okay, and here is some important points. 1 is neither prime nor composite. നമ്പർ 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. ഓക്കെ, 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. 2 ഈസ് ദ സ്മോളസ്റ്റ് ഈവൻ പ്രൈം. അതായത് 2 മാത്രമേ ഉള്ളൂ പ്രൈം നമ്പേഴ്സിൻ്റെ കൂട്ടത്തിൽ ഈവൺ എന്ന് പറയാനുള്ളത്. ബാക്കിയെല്ലാം ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. ഇനി ചെയ്യുമ്പോഴെല്ലാം ശ്രദ്ധിച്ചു നോക്കുക. 2 മാത്രമേ പ്രൈം നമ്പർ ഒരു ഈവൺ നമ്പർ എന്നുള്ള രീതിയിൽ പ്രൈമായിട്ട് വരുള്ളൂ. ബാക്കിയെല്ലാം എന്തായിരിക്കും? ഓഡ് നമ്പേഴ്സ് ആയിരിക്കും. 1 എന്ന് പറയുന്നത് പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പെർഫെക്റ്റ് നമ്പേഴ്സ് പഠിച്ചു, പ്രൈം നമ്പേഴ്സ് പഠിച്ചു, കോമ്പോസിറ്റ് നമ്പേഴ്സ് പഠിച്ചു. വാട്ട് ഡു മീൻ ബൈ എ പെർഫെക്റ്റ് നമ്പർ? Perfect number means the number for which the sum of all its factors is equal to twice that number. Prime number means it has only 2 factors, 1 and the number itself. Composite number means more than 2 factors. Okay, അങ്ങനെ വരുന്നതിനാണ് composite numbers എന്ന് പറയുന്നത്. Next we are going to study about twin prime and co-prime. Twin prime and twin prime and co-prime. Okay, twin prime numbers are the pair of prime numbers differ by 2 are called മനസ്സിലായോ? പെയർ ഓഫ് പ്രൈം നമ്പർ, അത് പ്രൈം നമ്പറിൻ്റെ ഒരു പെയർ ആയിരിക്കും. ഡിഫർ ബൈ 2, അതിൻ്റെ ഡിഫറൻസ് എത്ര ആയിരിക്കും? 2. സപ്പോസ് 3, 5, ദിസ് ഈസ് എ പ്രൈം നമ്പർ ആൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ഈസ് 2.
This type of pair is called as twin prime numbers. This type of pair numbers are prime numbers are called as twin prime. Listen one more example. 5, 7. What is the difference between these two? This is 2. So this pair is a twin prime. What about 11, 13? This is also a twin prime. Understand? Prime numbers ആയിരിക്കണം അത് തമ്മിലുള്ള ഡിഫറൻസ് 2 ആകാനേ പാടുള്ളൂ. ഓക്കെ, അതായത് ഒരു നമ്പർ ഇതിന് ബിറ്റ്വീനുള്ള ഇതിൻ്റെ ഇടയിൽ ഒരു നമ്പർ കാണുകയില്ല, അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് ആയിരിക്കണം, പക്ഷേ അതിൻ്റെ ഡിഫറൻസ് 2 ആയിരിക്കണം. ഓക്കെ, മോർ ദാൻ ഇപ്പോൾ നമ്മൾ 7ഉം ഫോർ എക്സാമ്പിൾ 7ഉം 13ഉം എടുത്തു. 7ഉം 13ഉം പ്രൈം നമ്പേഴ്സാണ്, ബട്ട് ദ ഡിഫറൻസ് ഇസ് നോട്ട് 2. ഇത് 2 അല്ല ഇതിൻ്റെ ഡിഫറൻസ്. അതുകൊണ്ട് ഡിഫറൻസ് 2 ആയിരിക്കണം. ഇങ്ങനെ വരുന്ന പെയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈം നമ്പർ, ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത്. 29, 31. This is another twin prime number. Okay. Then composite co-prime number. Co-prime number. That means co-prime number എന്ന് പറഞ്ഞാൽ it's common factor. Pair of numbers who has only common factor 1. രണ്ട് നമ്പേഴ്സ് എടുക്കും, രണ്ട് നമ്പേഴ്സ് എടുത്താൽ മതി, അതിൻ്റെ കോമൺ ഫാക്ടർ 1 ആകാനേ പാടുള്ളൂ. ഫാക്ടേഴ്സ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ കോമൺ എന്ന് പറയുന്നത് 1 മാത്രമേ ആകാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോ പ്രൈം നമ്പേഴ്സ് പറയുന്നത്. ഓക്കെ, ട്വിൻ പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു പെയർ ഓഫ് നമ്പർ എടുത്താൽ അതിൻ്റെ ഡിഫറൻസ് 2 ആയിരിക്കണം. കോ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ സപ്പോസ് 4ഉം 9ഉം. ഇത് 4ഉം 9ഉം എന്ന് പറയുന്നത് രണ്ടും കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? കോമൺ ഫാക്ടർ വരണമെങ്കിൽ ഒരിക്കലും പ്രൈം നമ്പേഴ്സ് എടുത്ത് നമുക്ക് കോമൺ ഫാക്ടർ വരത്തില്ല. only 1 is the common factor for both that. Here 4 and 9. Factors of 4 are 1, 2, 4. What about 9? 1, 3, 9. Its common factor is 1. അല്ലെ, 1 മാത്രമാണ് ഇതിൻ്റെ കോമൺ ഫാക്ടർ. അപ്പോൾ 4ഉം 9ഉം എന്താണെന്ന് പറയും? 4 and 9 are co-prime numbers. Okay, 4 and 9 are co-prime numbers. Understand? Now, what about 16 and 25? What are the factors of 16? The factors of 16 are 1, 2, 4, 8 and 16. What about 25? 1, 5, 25. These are the factors of 25. The common factor is 1 only. So 16 and 25 are called as the co-prime numbers. Understand? Twin number എന്ന് പറഞ്ഞാൽ, ട്വിൻ പ്രൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിൻ്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 2 ആയിരിക്കണം. കോ പ്രൈം എന്ന് പറഞ്ഞാൽ കോമൺ ഫാക്ടർ 1 ആയിരിക്കണം. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സ് പഠിച്ചു. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അത് പെർഫെക്റ്റ് നമ്പർ പഠിച്ചു. പെർഫെക്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? സം ഓഫ് ദ ഫാക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ട്വൈസ് ദാറ്റ് ഓഫ് നമ്പർ. ഫാക്ടേഴ്സിൻ്റെ സം എന്ന് പറയുന്നത് നമ്മൾ ആ തന്നിരിക്കുന്ന നമ്പറിൻ്റെ ട്വൈസ് എടുക്കുന്നതിന് സെയിം ആയിരിക്കും. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? പ്രൈം ആൻഡ് കോമ്പോസിറ്റ് നമ്പേഴ്സ്. പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹാസ് ഓൺലി 2 ഫാക്ടേഴ്സ്. 2 ഫാക്ടറേ ഉണ്ടാവുള്ളൂ. അത് ആ നമ്പറും 1ഉം മാത്രമായിരിക്കും. കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ 1ഉം ആ നമ്പറും അല്ലാതെ വേറെ ഫാക്ടേഴ്സ് വരുന്നതിന് മോർ ദാൻ ദാറ്റ്, അങ്ങനെയുള്ള ഫാക്ടേഴ്സ് മോർ ദാൻ 2 വരുന്നതിനെയാണ് നമ്മൾ കോമ്പോസിറ്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ ട്വിൻ പ്രൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 2 നമ്പർ എടുത്താൽ 2 പ്രൈം നമ്പേഴ്സ് ആയിരിക്കും ട്വിൻ പ്രൈം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ട്വിൻ പ്രൈം എന്ന് പറഞ്ഞാൽ 2 നമ്പേഴ്സ് എടുത്താൽ അതിൻ്റെ ഡിഫറൻസ് 2 ആയിരിക്കണം. കോ പ്രൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിൻ്റെ ഫാക്ടേഴ്സ്, കോമൺ ഫാക്ടേഴ്സ് എല്ലാം എടുത്താൽ ആ കോമൺ ഫാക്ടർ 1 മാത്രം ആകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമൺ ഫാക്ടർ എടുക്കണമെങ്കിൽ അത് പ്രൈം നമ്പറായ കോമൺ ഫാക്ടർ വരത്തില്ല. നമുക്ക് ഈ കോമ്പോസിറ്റ് നമ്പേഴ്സിന് മാത്രമേ ഫാക്ടേഴ്സ് വരത്തുള്ളൂ. 1ഉം ആ നമ്പറും അല്ലാതെ വേറെ ഫാക്ടേഴ്സ് വരുന്നത് അത് കോമ്പോസിറ്റ് നമ്പേഴ്സിന് മാത്രമേ വരുള്ളൂ. അങ്ങനെ വരുന്ന നമ്പേഴ്സ് നമ്മൾ എഴുതി നോക്കുമ്പോൾ 1 മാത്രമേ അതിന് എന്ത് വരാൻ പാടുള്ളൂ? കോമൺ ഫാക്ടറായിട്ട് വരാൻ പാടുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? co-prime numbers എന്ന് പറയുന്നത്. Understand? Here is some examples for that. Find the prime and composite number less than
30. Less than 30. 30യേക്കാൾ ലെസ് ആയിട്ടുള്ള പ്രൈമും കോമ്പോസിറ്റ് നമ്പേഴ്സും സെപ്പറേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ലെസ് ദാൻ 30. 30യേക്കാൾ ലെസ് ആയിട്ടുള്ള പ്രൈമും കോമ്പോസിറ്റ് നമ്പേഴ്സും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. What are the numbers less than 30? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. മുഴുവൻ എഴുതണോ? അല്ലാതെ നമുക്ക് പറഞ്ഞു നോക്കാം? വേണ്ട, എഴുതിയിട്ട് നോക്കാം അല്ലേ. 12, 13, 14, 15, 16, 17, 18, 19, 20. നമ്മളിതെല്ലാം 5th സ്റ്റാൻഡേർഡിൽ പഠിച്ചതല്ലേ. 21, 22, 23, 24, 25, 26, 27, 28, 29, 30. ഓക്കെ. ലെസ് ദാൻ 30യേക്കാൾ പ്രൈം നമ്പേഴ്സും കോമ്പോസിറ്റ് നമ്പേഴ്സും സെപ്പറേറ്റ് ചെയ്യാൻ പോവാം നമ്മൾ. ഓക്കെ. വി നോ ദാറ്റ് 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. 1 കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പ്രൈം നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ പോകണേ. 2 ഈസ് എ പ്രൈം നമ്പർ ബിക്കോസ് 1 and 2 ആർ ദ ഫാക്ടേഴ്സ് ഓഫ് 2. 3 is a prime number. This one, 13, 14, 15, 16 ഒക്കെ ഇതുണ്ട്. 17, 19, next 23, 29. These are the prime numbers. Prime numbers are 2, 3, 5, 7, 11, 13, 17, 19, 23 and 29. These are the prime numbers. All others are composite number except 1. 1 നമ്മൾ ഇൻക്ലൂഡ് ചെയ്യത്തില്ല ബിക്കോസ് 1 ഈസ് നൈദർ പ്രൈം നോർ കോമ്പോസിറ്റ്. 1 പ്രൈമും അല്ല കോമ്പോസിറ്റും അല്ല. അതുകൊണ്ട് ഇതിനെ നമ്മൾ പ്രൈമും കോമ്പോസിറ്റുമായിട്ട് സെപ്പറേറ്റ് ചെയ്തു. ഇനി നമ്മൾ ഫാക്ടേഴ്സൊക്കെ ചെയ്ത് പഠിക്കുമ്പം നമ്മൾ പിന്നെ ഇങ്ങനെ എഴുതി നോക്കേണ്ട. ഒരു നമ്പർ കിട്ടിയാൽ നമുക്ക് മനസ്സിലാവും അത് പ്രൈം ആണോ കോമ്പോസിറ്റ് ആണോ എന്നുള്ളത്. ഓക്കെ. നമ്മൾ 5th സ്റ്റാൻഡേർഡ് ക്ലിയർ ആയിട്ട് ഇത് പഠിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, find, is it express 60 as the sum of twin primes. 60യെ ട്വിൻ പ്രൈംസിൻ്റെ സമ്മാക്കി എഴുതാൻ. ട്വിൻ പ്രൈം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അടുത്തടുത്ത് വരുന്ന 2 പ്രൈം നമ്പേഴ്സ് ബട്ട് ദ ഡിഫറൻസ് ഷുഡ് ബി 2. ഡിഫറൻസ് 2 ആയിരിക്കണം. അങ്ങനെ വരുന്ന നമ്പറിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടിരുന്നത്? ട്വിൻ പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ 60യെ ട്വിൻ പ്രൈം നമ്പറിൻ്റെ പെയറാക്കി എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 60 എന്ന് പറയുന്ന 2 പ്രൈം നമ്പറിൻ്റെ സമ്മായിട്ട് എഴുതാനും പറ്റുള്ളൂ. ബട്ട് ഇറ്റ് ഷുഡ് ബി എ ട്വിൻ പ്രൈം. വാട്ട് അബൌട്ട് 60? നോക്കിക്കേ. 60 വരണമെങ്കിൽ നമുക്കറിയാം 15 പ്ലസ് 45 60 ആണ്. പക്ഷേ 15 പ്ലസ് 45 എന്ന് പറയുന്നത് കോമ്പോസിറ്റ് ആണ്. രണ്ടും കോമ്പോസിറ്റ് ആണ്. ഓക്കെ. 16 പ്ലസ് അപ്പോൾ ഇത് വരത്തില്ല. നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മം കൊണ്ട് വേണം എഴുതാനെന്നും പറഞ്ഞിട്ടുണ്ട്. ട്വിൻ പ്രൈം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ട്വിൻ പ്രൈം ആവണമെങ്കിൽ നമ്മൾ പ്രൈം നമ്പേഴ്സ് മാത്രം എടുത്താൽ മതി. 11, 13 വന്നാൽ പറ്റത്തില്ല. 17ഉം 19ഉം വന്നാൽ പറ്റത്തില്ല. 6 ഇത് 36 ആവത്തേ ഉള്ളൂ. നെക്സ്റ്റ് 23യുടെ അടുത്ത് വേറെ ഒന്നുമില്ല ട്വിൻ പ്രൈം ആവാൻ. 23യുടെ അടുത്ത് വരുന്ന എന്ന് പറഞ്ഞാൽ പിന്നെ 24 ആണ് വരുന്നത്. ഫ്രണ്ടിൽ 21 ആണ് വരുന്നത്. അത് ട്വിൻ പ്രൈം അല്ല. നെക്സ്റ്റ് ഈസ് 29ഉം 31ഉം. നമുക്ക് നോക്കാം, സം ചെയ്ത് നോക്കാം. 29 പ്ലസ് 31 0. It is 60. Okay, 60 can be expressed as 29 plus 31, sum of twin prime. Okay, sum of twin prime, that is 60 നമ്മൾ രണ്ട് പ്രൈം നമ്പേഴ്സിൻ്റെ ട്വിൻ പ്രൈം നമ്പേഴ്സിൻ്റെ സമ്മായിട്ട് എക്സ്പ്രസ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് വൺ, എക്സ്പ്രസ് 44 ആസ് the sum of odd numbers, odd prime numbers.
ഓഡ് പ്രൈം നമ്പേഴ്സ് 44നെ എന്താ പറയുക, ഓഡ് പ്രൈം നമ്പേഴ്സ്. ഇവിടെ നമ്മൾ ട്വിൻ പ്രൈം എന്നോ അല്ലെങ്കിൽ കോ പ്രൈം എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ നമ്മളോട് ഓഡ് ആയിരിക്കണം, പ്രൈം നമ്പേഴ്സ് ആയിരിക്കണം, ഇതേ കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, ഓഡും ആയിരിക്കണം പ്രൈം നമ്പറും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം only 2 ഈസ് ദ ഈവൺ പ്രൈം നമ്പർ. 2 മാത്രമേ ഉള്ളൂ ഈവൺ പ്രൈം നമ്പർ. ബാക്കിയുള്ളതെല്ലാം എന്താണ്, ഓഡ് പ്രൈം നമ്പേഴ്സാണ്. അപ്പോൾ ആ 2 ഒഴികെ ബാക്കി ഏത് നമ്പറും ഇവിടെ നമുക്ക് എടുക്കാം. 44 ആസ് ദ സം ഓഫ് ഓഡ് പ്രൈം നമ്പർ. 44 നോക്കാം. 11 എടുത്തു ഞാൻ. ഒരു 2 ഡിജിറ്റ് ആയതുകൊണ്ടാണ് ഞാൻ 44 ഒക്കെ എത്തിയോണ്ടാണ് കേട്ടോ 11 എടുത്തത്. 9 ഒന്നും എടുത്താൽ 7 ഒന്നും എടുത്താൽ കുഴപ്പമൊന്നുമില്ല. 11 എടുത്തു. 11ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് നമുക്ക് 44 കിട്ടുന്നത്? 33 ആഡ് ചെയ്യണം. ബട്ട് 33 ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. നമുക്ക് പ്രൈം നമ്പർ തന്നെ വേണം. അപ്പോൾ 11ഉം 33 എടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, സം ഓഫ് ഓഡ് നമ്പേഴ്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. സം ഓഫ് 2 എന്ന് പറഞ്ഞിട്ടുണ്ടോ? സം ഓഫ് 2 ഓഡ് നമ്മുടെ ക്വസ്റ്റിനിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സം ഓഫ് 2 ഓഡ് പ്രൈം നമ്പേഴ്സ്, 2 എണ്ണേ പാടുള്ളൂ. നെക്സ്റ്റ് 13 എടുത്തു. 13ൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്താലാണ് 44 വരുന്നത്? 44 മൈനസ് 13 1 31. 31 is a prime number. So 13 plus 31. These two are prime numbers. So 2 പ്രൈം നമ്പറിൻ്റെ സം എന്ന് പറയുന്നത് 44. ഇത് മാത്രമാണോ വരുന്നത്? അല്ല, ഇതിനേക്കാൾ ഒരുപാട് വേറെ നമ്പേഴ്സ് വരും. ഓക്കെ, നൗ ഐ എം ഗോയിങ് ടു ടേക്ക് 17. 17 എടുത്താൽ 44 നിന്ന് 17 മൈനസ് ചെയ്താൽ എത്ര വരും? 7 27. നോ, ഇത് പറ്റത്തില്ല. പിന്നെ എത്രയായിരുന്നു? 19 എടുത്തേ. 44 നിന്ന് 19 മൈനസ് ചെയ്തു 5. വേണ്ട, 5ൻ്റെ ഫാക്ടേഴ്സ് വരുന്ന ഒന്നും നമുക്ക് ഇത് വരത്തില്ല. 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും 5ൻ്റെ വരുന്നത്. 1ൻ്റെ പ്ലേസിൽ 5 വന്നിട്ടുണ്ട്, അതെല്ലാം 5ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഇനിയും 44ൻ്റെ സം എന്ന് പറയുന്നത് 23 എടുത്ത് നോക്കിക്കേ. 44 നിന്ന് 23 മൈനസ് ചെയ്താൽ 1 21. നോ. പിന്നെ ഏതാ വരുന്നത്? 29 നോക്കി. 44 നിന്ന് 29 മൈനസ് ചെയ്താൽ ഇറ്റ് ഈസ് 5. നോ, 15 ആണ് വരുന്നത്, അതും വരത്തില്ല. പിന്നെ 31 വന്നു. 44ൻ്റെ കൂടെ 7 എടുത്ത് നോക്കിക്കേ. 44ൻ്റെ 7, ഇറ്റ് ഈസ് 7 37. യെസ്, 37 ഈസ് എ പ്രൈം നമ്പർ. 44 നിന്ന് 7 മൈനസ് ചെയ്താൽ 37 കിട്ടും. ദാറ്റ് ഈസ് 37 പ്ലസ് 7. മനസ്സിലായി? ഇങ്ങനെ ചെയ്ത് നോക്കണം. നമ്മൾ കുറച്ച് നമ്പേഴ്സ് എടുത്ത് തന്നെത്താനെ ചെയ്ത് നോക്കിയാൽ പിന്നെ പരീക്ഷയാകുമ്പോൾ നമുക്ക് സ്പീഡിൽ അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് പോലും അറിയാൻ പറ്റുള്ളൂ കേട്ടോ. അല്ലാതെ ഇങ്ങനെ കോമ്പോസിറ്റ് നമ്പേഴ്സും പ്രൈം നമ്പേഴ്സും ഒക്കെ പണ്ടത്തെ ഓർമ്മ വെച്ചൊന്നും ഇരുന്നാലൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അത് ചെയ്ത് പഠിച്ചാലേ ഒരു നമ്പർ കിട്ടിയാൽ പ്രൈം നമ്പർ ആണോ കോമ്പോസിറ്റ് നമ്പർ ആണോ എന്നൊക്കെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ട് മാക്സിമം നമ്പേഴ്സ് എടുത്ത് തന്നെത്താനെ ചെയ്ത് നോക്കുക. ഓക്കെ, ദെൻ 44 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 2 ways now. ഇത് തന്നെയല്ല, ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 2 എണ്ണം ഞാൻ ചെയ്തിട്ടുണ്ട്, അതിനനുസരിച്ച് ട്രൈ യുവർ സെൽഫ്. 44 ഈസ് റെപ്രസെൻറ്റഡ് ആസ് 13 പ്ലസ് 31, ദാറ്റ് ഈസ് 44. ഹിയർ ഓൾസോ 37 പ്ലസ് 7. ദീസ് 2 നമ്പേഴ്സ് ഹിയർ ആൻഡ് ഹിയർ ആർ പ്രൈം നമ്പേഴ്സ്. ഓഡ് പ്രൈം നമ്പറുമാണ്. ഇത് കണ്ട് 1ൻ്റെ പ്ലേസിൽ 3ഉം 1ഉം വന്നു. ഇവിടെ രണ്ടിടത്തും 7 ആണ്. സോ ദിസ് ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് the sum of 2 odd numbers. Okay, odd prime numbers. And what about 24? Okay, 24 നോക്കിക്കേ. നമ്മൾ 24 2 odd prime നമ്പറിൻ്റെ സമ്മായിട്ട് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 24 ഞാൻ എടുത്തു. 24ഉം 11ഉം കൊണ്ട് സം ചെയ്താൽ കിട്ടുമോ നോക്കട്ടെ. 24 നിന്ന് 11 മൈനസ് ചെയ്തതെന്ന് നമുക്കറിയാൻ പറ്റും. 3 13. യെസ്, 24 ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് 11 പ്ലസ് 13. നമ്മളൊരു നമ്പർ എടുത്ത് മൈനസ് ചെയ്ത് നോക്കുന്നത് എന്തറിയാമോ? അതിൻ്റെ മൈനസ് ചെയ്ത് കിട്ടുന്ന സമ്മും ആ നമ്പറും കൂടെ ആഡ് ചെയ്ത് നമുക്കറിയാം. നമുക്ക് മേളത്തെ നമ്പർ കിട്ടുന്നല്ലേ. ദാറ്റ് ഈസ് 11 പ്ലസ് 13. ദീസ് 2 ആർ പ്രൈം നമ്പേഴ്സ്. സോ സം ഓഫ് 2 പ്രൈം നമ്പർ ഈസ് 24. ഈ 24ൽ 11ഉം 13ഉം മാത്രമേ വരത്തുള്ളൂ? അല്ല. നമുക്ക് നോക്കാം. വാട്ട് അബൌട്ട് 7? 7 എടുത്തു. 24ൽ നിന്ന് 7 മൈനസ് ചെയ്താൽ ഇറ്റ് ഈസ് 17. ദാറ്റ് ഈസ് 7 പ്ലസ് 17 ഈസ് 24. കണ്ടോ? ഇങ്ങനെ അതിൻ്റെ ഒത്തിരി സം എടുക്കാൻ പറ്റും നമുക്ക്. ഓക്കെ,
Next one. Write 7 consecutive numbers less than 100. 7 consecutive numbers less than 100. 7 consecutive numbers less than 100. 100-നേക്കാൾ ലെസ് ആയിരിക്കണം. 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് മീൻസ് അടുത്തടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ്. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻസ് 1 ആയിരിക്കണം. അപ്പോൾ പ്രൈം നമ്പേഴ്സ് നമുക്ക് മാക്സിമം നമുക്കറിയാം പ്രൈം നമ്പേഴ്സാണ് കൂടുതലുള്ളത്. അപ്പം പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയിൽ വരുന്നത്, പ്രൈം നമ്പേഴ്സ് കുറവായിരിക്കും, കോമ്പോസിറ്റ് നമ്പേഴ്സ് ആയിരിക്കും കൂടുതൽ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് അതിനകത്ത് പ്രൈം നമ്പേഴ്സ് വരുന്നുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞേക്കുന്നത് 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് നമുക്ക് എഴുതണം. കണ്ടീഷൻ എന്താണ്? ഇതിൻ്റെ ഇടയിൽ പ്രൈം നമ്പേഴ്സ് വരാൻ പാടില്ല. ഇങ്ങനെയുള്ള നമ്പേഴ്സ് എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, വി വാണ്ട് ടു ഫൈൻഡ് 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ലെസ് ദാൻ, ഇതിനേക്കാളുള്ള ലെസ് ദാൻ 100 ആയിരിക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ നോക്കിക്കേ, നമ്മൾ അതിന് വേറൊരു മെത്തേഡുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഇപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ്. നമ്മൾ 56, 57, 58 ഒക്കെ എടുത്ത് നോക്കിക്കേ. 7 എണ്ണം വേണമെന്ന് പറഞ്ഞു. ഇവിടെ തന്നെ നോക്കിക്കേ, 57, 5 + 7 ഇറ്റ് ഈസ് 12 ആണ്. അപ്പോൾ ഇതെല്ലാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. പക്ഷേ 59 അതൊരു കോമ്പോസിറ്റ് നമ്പർ അല്ല, ഇറ്റ്സ് എ പ്രൈം നമ്പർ. ഓക്കെ, അപ്പം ഇത് തന്നെ അടുത്തടുത്ത് വരത്തില്ല. നമുക്ക് അടുത്ത് നോക്കാം. 72, 73 ഈസ് എ പ്രൈം നമ്പർ, ഇത് വരത്തില്ല. 82, 83 ഈസ് എ പ്രൈം നമ്പർ, അപ്പോൾ ഇതും അടുത്തടുത്ത് വരത്തില്ല. നെക്സ്റ്റ് 90, 91, 92, 93, 94, 95, 96. നോക്കിക്കേ, 1 2 3 4 5 6 7. 90, 91, 92, 93, 94 ഇതിനകത്തെല്ലാം നമുക്കറിയാം. ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ കാര്യം 2 എണ്ണം മാത്രമേ ഉള്ളൂ നമുക്ക് ഡൗട്ട് വരുന്നത്. ബാക്കിയെല്ലാം നമുക്കറിയാം ഇതെല്ലാം ഈവൻ നമ്പേഴ്സ് ആണെന്നല്ലേ. ഈവൻ നമ്പേഴ്സ് ആണെങ്കിൽ അതെന്താണ്? 2 ഒഴികെ ബാക്കിയെല്ലാം നമുക്കറിയാം കോമ്പോസിറ്റ് നമ്പേഴ്സാണ്. 2 മാത്രമേ ഉള്ളൂ പ്രൈമായിട്ട് വരുന്നത്. ഇതിനകത്ത് 91 ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 7. 91നെ നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയേ. 1 7 21 13 and 7 and 13 are the ഫാക്ടേഴ്സ് ഓഫ് 91. അപ്പം 91 ഒരു കോമ്പോസിറ്റ് നമ്പറാണ്. 93 ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സമ്മ് 12 ആണ്. ഇറ്റ് ഈസ് ഷുവർലി ഡിവിസിബിൾ ബൈ 3. ഓക്കെ, അപ്പം ഏതൊക്കെയാണ് 7 കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് ലെസ് ദാൻ 100? That is 90, 91, 92, 93, 94, 95 and 96. Okay, the rest we can study in the next class. Okay, study this chapter very well, then only you can understand what all things are having to do. Okay, thank you.